വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരിക്കൽ എവിടെയാണ് ആ കുറിപ്പ് സ്ഥാപിക്കേണ്ടതെന്ന് എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ എന്നോട് ചോദിച്ചു. എന്തെന്നാൽ ആ ചിത്രത്തിൽ എല്ലാത്തിനും വേണ്ട സ്ഥലമില്ലായിരുന്നു. ഞാൻ മറുപടി നൽകി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുത്ത ആഴ്ച മറുപടി പറയാം. ഞാൻ കുമ്പസാര കൂടുവിട്ട് അൾത്താര കടന്നു വരുമ്പോൾ അടിക്കുറിപ്പിനെക്കുറിച്ച് ഒരു ആന്തരിക ജ്ഞാനം എനിക്ക് ലഭിച്ചു. ആദ്യ തവണ ഈശോ പറഞ്ഞതിനെക്കുറിച്ച് അവിടുന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. അതായത്, ഈ 3 വാക്കുകളും സുവ്യക്തമായി സ്പഷ്ടമായി എഴുതണം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ആ സൂത്രവാക്യം മുഴുവനും ചിത്രത്തിലുണ്ടായിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ 3 വാക്കുകളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ അതേക്കുറിച്ച് നേരിട്ട് ഒരു നിർദ്ദേശവും അവിടുന്ന് തന്നില്ല. കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. ആ പാത്രം ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടിയ ഈ ചിത്രമാണ്. ഓ നിർമ്മല സ്നേഹമേ, അവിടുത്തെ സമ്പൂർണതയിൽ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. വിശ്വസ്തയോടെ അവിടുത്തെ തിരുഹിതം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാനമായപ്പോൾ ഞാൻ ഒരു പരുപരുത്ത വഴിയിലൂടെ നടക്കുന്നതായി കണ്ടു. നിരന്തരം ഞാൻ മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. എന്നെ പിന്തുടരുന്ന ഒരു വ്യക്തിയുടെ രൂപം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ഞാനത് ഇഷ്ടപ്പെട്ടില്ല. തനിയെ നടക്കാൻ ആഗ്രഹിച്ചതിനാൽ എന്നെ വിട്ടുപോകാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപരിചിതനായ ആ രൂപം ഒരു നിമിഷത്തേക്ക് പോലും എന്നെ വിട്ടുപോയില്ല. എൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ തിരിഞ്ഞു നിന്ന് ആ വ്യക്തിയെ തള്ളിമാറ്റി. ആ നിമിഷം അത് മദർ സുപ്പീരിയർ ഐറിനാണെന്ന് ഞാൻ കണ്ടു. എന്നാൽ അപ്പോൾ തന്നെ അത് മദർ സുപ്പീരിയർ അല്ല, ഈശോനാഥൻ തന്നെയാണെന്ന് മനസ്സിലായി. അവിടുന്ന് എന്നെ സൂക്ഷിച്ചു നോക്കി. എന്റെ തിരുമനസ് തന്നെയായ സുപ്പീരിയറിന്റെ ഇഷ്ടത്തിന് ചെറിയ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തുമ്പോൾ അത് അവിടുത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിച്ചു. ഈ മുന്നറിയിപ്പ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു.